ഈ AI ക്യാമറയൊക്കെ പുട്ടുപോലെ അല്ലെങ്കിൽ ഈസി ആയിട്ട് കബളിപ്പിക്കാം. അപ്പോൾ ഇനി AI ക്യാമറയെക്കുറിച്ച് കുറേയേറെ സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾക്ക് അവയ്ക്കുള്ള മറുപടി നമുക്കൊന്ന് നോക്കാം. പിഴ അടച്ച് ഊരാൻ പറ്റത്തില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. നേരെ കോടതിയിലേക്ക് പോകണം. കോടതിയിൽ നിന്ന് അവിടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്താണോ ശിക്ഷ വിധിക്കുന്നത്, ഇപ്പോൾ ജയിലിൽ പോകാനാണെങ്കിൽ ജയിലിൽ പോകണം, ഫൈൻ ആണെങ്കിൽ ഫൈൻ. ഇനി മുതൽ ക്യാമറകളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. RobMyShowയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ TV തുറന്ന് നോക്കിയാലും സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയാലും ഫുള്ള് കാണാൻ പറ്റുന്ന AI ക്യാമറകളെ കുറിച്ചാണ്. ഇന്ന് മുതൽ, അതായത് ഇന്ന് ഏപ്രിൽ 20-ാം തീയതിയാണ്, ഇന്ന് മുതലാണ് AI ക്യാമറകൾ കേരളത്തിൽ നിരീക്ഷണം ആരംഭിക്കുന്നത്. ഇന്ന് ക്യാമറകളെല്ലാം മിഴി തുറന്നു തുടങ്ങി. അതുകൊണ്ട് ഇന്ന് മുതൽ ഫൈൻ ആപ്ലിക്കബിൾ ആണ് എന്നൊരു വാർത്തയോടുകൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പ്രകാരം പറഞ്ഞിരിക്കുന്ന 1 മാസം ബോധവൽക്കരണമാണ്. അപ്പോൾ 1 മാസം ഫൈൻ വരത്തില്ല, അതിന് പകരം ബോധവൽക്കരണമാണ്. ഇനി ഫൈൻ വന്നെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നിയമലംഘനം ഉണ്ടായാൽ പോലും ഉദ്യോഗസ്ഥർ നിങ്ങളെ ബോധവൽക്കരിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാരണം കേരളത്തെ പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 726 ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് തന്നെ പല നിയമലംഘനങ്ങൾ പിടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ ഇത്രയും കനത്ത ഫൈൻ വരുന്നത് കൊണ്ട് തന്നെ പല മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പല ആൾക്കാരും പല രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് 1 മാസത്തെ ഒരു കാലാവധി കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞ്, അതായത് അടുത്ത മാസം 19-ാം തീയതികളുടെ, മെയ് മാസം 19-ാം തീയതികളുടെ ഫൈൻ വന്നു തുടങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കൃത്യമായിട്ട് 1 മാസം ബോധവൽക്കരണത്തിനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വരുന്നത്. എന്നെക്കൊണ്ട് ആവുന്നത് പോലെ പറ്റുന്ന ഡീറ്റെയിൽസ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. RobMyShowയിൽ ധാരാളം വെഹിക്കിൾ വീഡിയോസ് വരുന്നുണ്ട്. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബെൽ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതേ വീഡിയോസ് തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ റീൽസ് കാണാനായിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. സോ അഗെയിൻ വെൽക്കം ടു RobMyShow. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് AI ക്യാമറ എന്താണെന്ന് ചുരുക്ക രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാം. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല, എന്നാലും നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. ഈ AI ക്യാമറ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ക്യാമറ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കാം. 3 യൂണിറ്റാണ് മെയിനായിട്ടുള്ളത്. അതായത് നമ്മൾ ഈ റോഡുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ക്യാമറ, ഇപ്പോൾ 726ഓളം ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറകൾ ആണ് ഏറ്റവും ഫ്രണ്ട് എൻഡിൽ നമ്മൾ കാണുന്ന ഉപകരണം എന്ന് പറയുന്നത്. തൊട്ട് പുറകിലായിട്ട് തന്നെ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു കേന്ദ്രവും സോഫ്റ്റ്വെയറും ഉണ്ടായിരിക്കും. അതിനുശേഷം ഡാറ്റ സൂക്ഷിക്കുന്ന ഒരു ഡാറ്റ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പം ഓൾറെഡി ക്യാമറയുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഇമേജസിനെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിയമലംഘനങ്ങളുള്ള കേസാണെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുക്കുക. അപ്പോൾ അത് തീരുമാനിക്കുന്നത് ഒരു സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയറിനകത്ത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഈ ക്യാമറയ്ക്കകത്ത് വരുന്ന ആൾ, അല്ലെങ്കിൽ ആ രൂപത്തിനകത്ത് ഹെൽമെറ്റ് ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് സീറ്റ് ബെൽറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ റെഡ് സിഗ്നൽ ജമ്പ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ ഈ ക്യാമറയ്ക്കകത്ത് വരുന്ന ഇമേജുകളെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ പറയുന്ന നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുകയും ഇതിനെ ഡാറ്റാ സെൻറ്ററിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 726 ക്യാമറകളുണ്ടല്ലോ, അതിൻ്റെ ഡാറ്റ നേരെ വരുന്ന ട്രിവാൻഡ്രത്തുള്ള കെൽട്രോണ്ട മൺവിളയുള്ള ഡാറ്റാ സെൻറ്ററിലേക്കാണ് വരുന്നത്. അതിനുശേഷം അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമിലേക്ക് അയക്കുകയും അവിടുത്തെ ഇൻസ്പെക്ടർമാർ നോക്കിയതിന് ശേഷം നിയമലംഘനങ്ങൾ വന്നിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. ഇത് തന്നെ വാഹൻ പരിവാഹൻ്റെ സൈറ്റിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യയിൽ എവിടെ പോയെന്ന് പറഞ്ഞാൽ ഒരു ലംഘനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ വണ്ടിയുടെ പേരിലേക്ക് മാപ്പ് ചെയ്യപ്പെടുകയും അത് നമ്മൾ അടയ്ക്കാതെ വന്നാൽ നമ്മുടെ വാഹനം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്കൊരിക്കലും AI ക്യാമറ വെട്ടിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം അത്രയും സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലംഘനങ്ങൾ കണ്ടുപിടിക്കാനുള്ള സിസ്റ്റംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സീറ്റ് ബെൽറ്റ് എടുക്കാത്ത അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സിനാരിയോയുടെ കുറേ ഇമേജസ് ഓൾറെഡി സ്റ്റോർ ചെയ്ത് കമ്പ്യൂട്ടറിനകത്ത് വെച്ചിട്ടുണ്ടാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ആൾക്കാരും ഹെൽമെറ്റ് വെക്കാതെയുള്ള ആൾക്കാരൊക്കെ ഇമേജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ സ്വന്തമായിട്ട് പഠിച്ചെടുക്കും. അതായത് ഒരു ഇമേജിനകത്ത് ഹെൽമെറ്റ് ഉണ്ടോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം അതിനകത്ത് നിയമലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുക്കുകയും അത് നേരെ പ്രോസസ്സ് ചെയ്ത് നേരെ ഡാറ്റാ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പോൾ AI ക്യാമറകൾ വർക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല അല്ലേ? അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആകുന്തോറും നമുക്ക് റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതലെന്ന് പറഞ്ഞാൽ നിയമലംഘനങ്ങൾ കാണിക്കുന്നവർക്ക് റിസ്ക് കൂടുതലാണ്. അപ്പം ഇനി മുതൽ ക്യാമറകളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പോഴും ഇന്ന് മുതലാണ് ഈ ഒരു ഫൈൻ വരുന്നതെന്നാണ് പത്രങ്ങളിലൊക്കെ കണ്ടത്. പക്ഷേ ഇന്ന് ഞാൻ റോഡിൽ കൂടെ വന്നപ്പോഴും ഹെൽമെറ്റ് വെക്കാതെയും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയൊക്കെ ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം ഇനിയും അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ചാനൽ വഴി 5 പേരെങ്കിലും എഡ്യൂക്കേറ്റഡ് ആവുകയാണെങ്കിൽ ആകട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക്
ഇതിപ്പോൾ നിലവിലുള്ള ഫൈൻ്റെ രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെ ലംഘനങ്ങളാണ് ഇപ്പോൾ നിലവിൽ പിടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായിട്ട് 7 നിയമലംഘനങ്ങളാണ് ഇപ്പം പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ 500 റുപ്പീസ്, 500 രൂപയാണ് പിഴയെന്ന് പറയുന്നത്. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ലെങ്കിലും 500 രൂപയാണ് പിഴയെന്ന് പറയുന്നത്. അതുപോലെ 2 വീലറിൽ ഇപ്പം നമ്മൾ 2 പേരിൽ കൂടുതലാണ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ 1000 രൂപ പിഴ വരുന്നതായിരിക്കും. അപ്പം ഡ്രൈവിങ്ങിനിടെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ 2000 രൂപയാണ് പിഴ. അതുപോലെ അനധികൃതമായിട്ടുള്ള പാർക്കിംഗ്, ഇല്ലീഗലായിട്ടുള്ള പാർക്കിംഗ് 250 രൂപയും അമിത വേഗത്തിന് 1500 രൂപയാണ് പിഴ വരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റെഡ് ലൈൻ, അതായത് നമ്മുടെ ഈ സിഗ്നൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിഴ അടച്ച് ഊരാൻ പറ്റത്തില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. നേരെ കോടതിയിലേക്ക് പോകണം. കോടതിയിൽ നിന്ന് അവിടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്താണോ ശിക്ഷ വിധിക്കുന്നത്, ഇപ്പോൾ ജയിലിൽ പോകാനാണെങ്കിൽ ജയിലിൽ പോകണം, ഫൈൻ ആണെങ്കിൽ ഫൈൻ, അങ്ങനെ ആയിരിക്കണം. അപ്പം റെഡ് സിഗ്നൽ നിങ്ങൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ഊരി പോരാണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഇതുവരെ ധാരണയാകാതെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഓവർ സ്പീഡിങ്ങിൻ്റെ കേസിലാണ് ഇപ്പം നിലവിലൊരു തീരുമാനമാകാതെ നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്പീഡിങ്ങിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ക്യാമറകൾ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ പഴയ കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ മെഷീൻ, അതായത് ക്യാമറയുടെ എടുത്ത്, അതായത് സ്പീഡ് ക്യാമറ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനടുത്തേക്ക് വരെ ഒരു 100 കിലോമീറ്റർ വേഗത്തിലേക്ക് പോവുകയും ഈ ക്യാമറ കാണുമ്പോൾ സ്പീഡ് കുറച്ചിട്ട് ഈ സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും സ്പീഡ് കൂട്ടി നമ്മൾ പോകുന്ന ഒരു പ്രക്രിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആർട്ടിഫിഷ്യൽ ക്യാമറയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കത്തില്ല. കാരണം 2 സ്പീഡ് ക്യാമറകൾ, അതായത് 2 സ്ഥലത്താണ് 20 കിലോമീറ്റർ 25 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള 2 സ്പീഡ് ക്യാമറകൾക്കിടയിൽ കൂടെ ഒരു വാഹനം സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയിൽ കയറി ആ ക്യാമറയിൽ കൂടെ ഇറങ്ങുന്ന സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വാഹനത്തിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുകയും ആ നിഷ്കർഷിച്ചിരിക്കുന്ന വേഗതയ്ക്ക് മുകളിലാണ് ഈ ഒരു വാഹനം സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫൈനിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റോഡുകൾക്കും പല സ്പീഡ് ലിമിറ്റുകളാണ്. നാഷണൽ ഹൈവേ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 80 ഉള്ള സ്ഥലങ്ങളുണ്ട്, 90 ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആകാത്തതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ഫൈൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നത്. പക്ഷേ അതും ഉടനെ തന്നെ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ വരും. പ്രത്യേകിച്ച് ലൈൻ ട്രാഫിക്കിനെ കുറിച്ചൊക്കെയുള്ള നിയമങ്ങളായിരിക്കും. നമ്മുടെ കേരളക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈൻ ഡിസിപ്ലിൻ നമ്മൾ പാലിച്ചു വരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുടെ കുറ്റം കൊണ്ടല്ല. കാരണം ഒരു 4 വരി പാതയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കറക്റ്റായിട്ടുള്ള ലൈൻ ട്രാഫിക് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഇടുങ്ങിയ വഴി കൂടെ, ഇത്രയും തിരക്കുള്ള റോഡിൽ കൂടെ, ഇത്രയും വാഹനങ്ങളുള്ള റോഡിൽ കൂടെ നമ്മൾ ഓവർടേക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ലൈൻ ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് പലപ്പോഴും ക്രീപ്പപ്പ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ റോഡുകളുടെ വീതി കുറവും അല്ലെങ്കിൽ നിലവാരക്കുറവ് കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഹൈവേകൾ, നാഷണൽ ഹൈവേകളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നുണ്ട്. റോഡുകളുടെ വീതി, ഇൻഫ്രാസ്ട്രക്ചറും കാലത്തിനനുസരിച്ച് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ലൈൻ ട്രാഫിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരാൻ പോകുന്നൊരു സമയം കൂടെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ഹൈവേയിലേക്ക് ഓടുമ്പോൾ അല്ലെങ്കിൽ ഒരു 4 വരി പാതയിലേക്ക് ഓടുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഇടതുവശം ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് എന്തായാലും വണ്ടി വരത്തില്ല, അത് വേറെ ലൈനിൽ കൂടെ ആയിരിക്കും വരുന്നത്, നടുക്കൊരു മീഡിയൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരവാഹനങ്ങൾ അല്ലെങ്കിൽ വേഗത കുറഞ്ഞ വാഹനങ്ങളും ഏറ്റവും ലെഫ്റ്റ് സൈഡ് ട്രാക്കിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാവുള്ളൂ. അതായത് 3 വരികളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നടുക്കത്തെ റോഡിൽ കൂടെ നമുക്ക് അനായാസേന നമുക്ക് ആർക്കും സഞ്ചരിക്കാം. പക്ഷേ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്നത് ഏറ്റവും വേഗത കുറഞ്ഞ വണ്ടികളിലും ഏറ്റവും റൈറ്റ് ട്രാക്ക് ഓവർടേക്കിങ്ങിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ലോറികളും അതുപോലെ തന്നെ സ്കൂട്ടറുകളും ഒക്കെ ഏറ്റവും റൈറ്റ് സൈഡ് ട്രാക്കുകൾ കൂടെ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് ഓവർടേക്ക് ചെയ്യാനും അല്ലെങ്കിൽ മൊത്തത്തിൽ ആ റോഡിൻ്റെ ഒരു ട്രാഫിക്കിൻ്റെ കണ്ടീഷനെ കൂട്ടാനൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങനെയൊന്നും നടപടിയാകത്തില്ല. അടുത്ത സെറ്റ് വരുന്ന സമയത്ത് വളരെ വേഗം കുറഞ്ഞ വണ്ടികൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഓടിച്ചില്ലെങ്കിൽ അതിനും ഫൈൻ വരും. ഈ നടുക്കോടെയുള്ള ട്രാക്കിൽ കൂടെയാണ് വാഹനം നമ്മൾ ഓടിക്കേണ്ടത്. ഇപ്പോൾ 2 ട്രാക്കേ ഉള്ളതെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വേഗത കുറഞ്ഞ വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡ് ട്രാക്കിൽ കൂടെ ഓടിക്കാനും നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശീലിക്കണം. അതുപോലെ തന്നെ നമ്മൾ ലൈന് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കണ്ണാടികളൊക്കെ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാത്രം മാറുന്ന ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരുന്നത് എപ്പോഴും നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ അപകടം, പുറകിൽ വരുന്ന വാഹനം വന്നിടിക്കാനുള്ള ഒരു പ്രോബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ശീലിച്ച് തുടങ്ങണം. അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ റോഡിലുള്ള മാർക്കിങ്സ് പഠിക്കുക എന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മൾ റോഡിൽ കാണുന്ന പറഞ്ഞാൽ ഇടവിട്ടുള്ള വെള്ളവരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പൊതുവേ നമ്മൾ കാണുന്ന വര. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ റോഡിൽ നമുക്ക് ട്രാഫിക്ക് അല്ലെങ്കിൽ ആ റോഡിൽ നമുക്ക് വേറൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കൂടാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വെള്ളവരകൾ, അതായത് നമ്മുടെ റോഡിന് നടുക്കുള്ള വരകൾ ഇടമുറിയാതെ ഒറ്റ വരയാണെന്നുണ്ടെങ്കിൽ അത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, കോഷൻ ആണെന്നാണ് അവർ പറയുന്നത്. അതായത് ആ ഒരു വര നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഇത് കൂടാതെ നമ്മൾ റോഡിന് നടുക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള യെല്ലോ ലൈൻസ് നമ്മൾ കാണാറുണ്ട്. മഞ്ഞ വര ആണ് കാണുന്നുണ്ടെങ്കിൽ അത് ഹൈലി കോഷ്യസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വര ഒരു തരത്തിലും നിങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇനി ഡബിൾ ആയിട്ടുള്ള യെല്ലോ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അത് കട്ട് ചെയ്യുകയോ അവിടെ ഓവർടേക്ക് ചെയ്യുകയോ പാടില്ല എന്നും നിയമത്തിൽ പറയുന്നു.
ഇതേപോലെ തന്നെ നമുക്ക് ഒരു വശത്ത് നീളമുള്ള ലൈനും അതായത് ഇടമുറിയാത്ത ലൈനും ഒരു വശത്ത് വിട്ടുവിട്ടുള്ള ലൈനും ആണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കേണ്ടത് വിട്ടുവിട്ടുള്ള ലൈനുള്ള ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലാണ് അല്ലെങ്കിൽ എവിടെയാണ് ആ വിട്ടുവിട്ട ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് ഓവർടേക്ക് ചെയ്യാം. പക്ഷേ ഇപ്പുറത്തുള്ളവർക്ക് റൈറ്റ് സൈഡിലുള്ളവർക്ക് അത് ഓവർടേക്ക് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ ട്രാഫിക്ക് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇനി നമ്മുടെ റോഡുകൾ വികസിക്കുമ്പം നമ്മൾ നേരെയൊക്കെ ഓടിക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. അതുപോലെ തന്നെ നമ്മൾ റോഡിനൊരു തടസ്സം ഉണ്ടാക്കരുത്. നമ്മൾ വളരെ വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് വഴി നിന്നൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാം. പക്ഷേ നമ്മൾ വളരെ ഇഴഞ്ഞാണ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലേക്ക് മാറാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം. അപ്പോൾ ഇനി ക്യാമറയെക്കുറിച്ച് കുറേ ഏറെ സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾക്ക് അവയ്ക്കുള്ള മറുപടി നമുക്കൊന്ന് നോക്കാം. അതായത് പ്രധാനമായിട്ടൊരു ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ്. ഇപ്പം നമ്മൾ കറുത്ത ഉടുപ്പിട്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്യാമറ എങ്ങനെ സീറ്റ് ബെൽറ്റ് കണ്ടുപിടിക്കും? കാരണം നമ്മുടെ സീറ്റ് ബെൽറ്റുകളൊക്കെ കറുത്താണല്ലോ. അപ്പോൾ കറുത്ത ഉടുപ്പും കറുത്ത സീറ്റ് ബെൽറ്റും ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ക്യാമറ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും വ്യാകുലപ്പെടേണ്ട. കാരണം വെച്ചാൽ ഈ ക്യാമറാസ് എല്ലാം ഭയങ്കര ക്വാളിറ്റിയുള്ള HD ക്വാളിറ്റിയുള്ള ക്യാമറാസാണ്. അപ്പോൾ നമ്മൾ ജനറലി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കറുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കറുപ്പും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ആ നീല കളർ എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ക്യാമറ സംബന്ധിച്ചാൽ അങ്ങനെയല്ല. ഈ ഓരോ ടോണും അല്ലെങ്കിൽ ഓരോ ഫ്രീക്വൻസി അതിനെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുകയും ആ കളേഴ്സിനെ അനലൈസ് ചെയ്ത് ഈസി ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനും ഈസി ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് കറുത്ത ഉടുപ്പിട്ടിട്ട് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫൈൻ വരും. ഇനി നിങ്ങൾ പേടിക്കാൻ വേണ്ട. ഇനി കറുത്ത ഉടുപ്പിട്ടിട്ട് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ വരികയില്ല കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഉദ്യോഗസ്ഥർ ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്ന ശേഷം മാത്രമേ ഈ സംഭവങ്ങൾ നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരുള്ളൂ. രണ്ടാമത് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളത്. കാരണം വലിയ വയറൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് വലിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിനുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഗർഭിണികൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നിയമം എന്ന് പറയുന്നത്. കാരണം അപകട സാധ്യതയാണ്. വാഹനം ആക്സിഡൻറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ സീറ്റ് ബെൽറ്റ് ഡിപ്ലോയ് ചെയ്യുമ്പോഴും അത് അപകടം ഉണ്ടാക്കും. കുഞ്ഞുങ്ങളുടെ കേസിലും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളും ഗർഭിണികളും പുറകിലിരുന്ന് ട്രാവൽ ചെയ്യുക, പുറകിലിരിക്കുമ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നാണ് നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആദ്യത്തെ ഘട്ടത്തിൽ പുറകിലിരിക്കുന്ന ആൾക്കാരെ ഈ ക്യാമറ ഡിറ്റക്റ്റ് ചെയ്യുകയും അതുപോലെ ഫൈൻ വരത്തില്ലെന്നാണ് മനസ്സിലായത്. പക്ഷേ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് തീർച്ചയായിട്ടും വരും. അപ്പോൾ ഫ്രണ്ടിലിരിക്കുകയാണെങ്കിൽ ഗർഭിണികളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും ശരി, ഈ ഒരു സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. പിന്നെ കുട്ടികളുടെ കേസിട്ട് പറയാം, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ യാതൊരു കാരണവശാലും ഫ്രണ്ട് സീറ്റിൽ ഇരുത്തരുത്. കാരണം പ്രശ്നം ഇതാണ്, സീറ്റ് ബെൽറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും എയർ ബാഗ് ബ്ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു 300 km/h ബ്ലാസ്റ്റ് ചെയ്ത് വരുന്നത്. ആ ഒരു ഇടിയുടെ ആഘാതം കുട്ടികൾക്ക് താങ്ങാൻ പറ്റത്തില്ല, കുട്ടികൾ മരണപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളെ പുറകിലിരുത്തി ശീലിപ്പിക്കണം. പുറത്തൊക്കെ അങ്ങനെയാണ്, അങ്ങനെ ഒരു ശീലമാണുള്ളത്. നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ കുട്ടികളെ നമ്മൾ ഫ്രണ്ടിലിരുത്തുന്നത്. പിള്ളേർ വാശി പിടിച്ച് കരയുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ, പക്ഷേ അവരെ പുറകിലിരുത്തി ശീലിക്കണം. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ നിങ്ങളത് ശീലിപ്പിച്ചേ മതിയാകുള്ളൂ. ഇനി വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫോണിൽ സംസാരിക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും കൊണ്ടും മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഹാൻഡ്സ് ഫ്രീ ആണെങ്കിലും ശരി, ബ്ലൂടൂത്ത് ആണെങ്കിലും ശരി, അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ക്യാമറയിൽ ഒരിക്കലും ഹാൻഡ്സ് ഫ്രീ ആയിട്ടുള്ള സംഭവം ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കാറിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉപയോഗിച്ച് വർക്ക് ചെയ്താലോ ഒന്നും തൽക്കാലം ഇത് കണ്ടുപിടിക്കത്തില്ല. പക്ഷേ നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഫൈൻ വരുന്നതുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സംശയം, നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് ചെവി ചൊറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഫൈൻ അത് ഡിക്റ്റേറ്റ് ചെയ്യും, ക്യാമറ അത് ഡിക്റ്റേറ്റ് ചെയ്യും. കാരണം അത്രയൊന്നും ആക്യുറസി ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ നമുക്കത് ഈ ഒരു ചെല്ലാൻ വരുവാണെങ്കിൽ നമുക്കത് ഡിസ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഈ സംഭവം നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈൻ വരും. അത് നമുക്ക് പിന്നീട് ഡിസ്പ്യൂട്ട് ചെയ്യാം. ഇനി അടുത്തൊരു സംശയം എന്ന് പറയാൻ, നിലവിലെ ക്യാമറ, ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറ നിങ്ങളുടെ വാഹനങ്ങളുടെ ഇൻഷുറൻസോ ടാക്സോ അടച്ചിട്ടില്ലേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിലവിലത്തെ ഈ ഫസ്റ്റ് ഫേസിൽ ശരിക്കും പറഞ്ഞാൽ അത് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ താമസിയാതെ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അനലൈസ് ചെയ്യുകയും ആ ഒരു ഡാറ്റ ഓൾറെഡി പരിവാഹനകത്ത് നമ്മുടെ വാഹനത്തിനകത്ത് ഇൻഷുറൻസ് അടച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ഡേറ്റ് ആണ്. അപ്പം ഓൾറെഡി ഈ ഒരു ഡാറ്റയായിട്ട് ഇത് മാച്ച് ചെയ്തിട്ട് നമ്മുടെ വാഹനങ്ങളിനകത്ത് ഇത് അടച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പിഴ വരുന്നതായിരിക്കും. പിന്നെ ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങൾ ദയവ് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങരുത്. ഇൻഷുറൻസും ടാക്സും എല്ലാം അടയ്ക്കണം. നിയമം പാലിച്ചുകൊണ്ട് തന്നെ പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് ഇതിനെതിരെയുള്ള നിയമ നടപടികളൊക്കെ വരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ക്യാമറ വെച്ചുകൊണ്ട് ഇനി വഴി സൈഡിൽ MVDമാർ നിങ്ങളെ കൈ കാണിച്ച് നിർത്തുമോ എന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വഴിയിലുള്ള ഈ തടസ്സം അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിയുള്ള പരിശോധനകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ക്യാമറകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇനിയിപ്പം പോലീസുകാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ MVD ആൾക്കാർക്ക് അതിൻ്റെ ഒരു ആവശ്യം വരത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ കേരളം മുഴുവൻ ഇപ്പം അവരുടെ കൺട്രോൾ റൂമിൻ്റെ സർവൈലൻസിന് അടിയിലാണ്. എന്ത് നിയമലംഘനങ്ങളുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ
ഹിറ്റ് ആൻഡ് റൺ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഒരാളെ ഇടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാമറകളിലെല്ലാം പതിയും. അതുകൊണ്ട് ഹിറ്റ് ആൻഡ് റൺ ചെയ്ത് രക്ഷപ്പെടാൻ നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിയമത്തിൻ്റെ സംരക്ഷണം നേടുക എന്നുള്ളതാണ്. നേരിട്ട് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാരണം ഒരു പരിക്കുണ്ടായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് AI ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഫൈനലി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഈ AI ക്യാമറയൊക്കെ പുട്ടുപോലെ അല്ലെങ്കിൽ ഈസി ആയിട്ട് കബളിപ്പിക്കാം എന്നുള്ളൊരു കാര്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് കണ്ടു. 2 സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും നമ്മൾ 2 സോഫ്റ്റ്വെയറുകളാണ് ക്യാമറാസ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നിൻ്റെ പേര് വെയ്സ് എന്നാണ്, ഒന്നിൻ്റെ പേര് റഡാർ ബോട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയായിരിക്കും ഞാൻ നിങ്ങളെ ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ഇതിനകത്ത് ക്യാമറയെ രക്ഷിക്കാനുള്ള ഒരു പരിപാടിക്ക് വേണ്ടി അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് വിചാരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അതല്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ സോഫ്റ്റ്വെയറുകളൊക്കെ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ക്യാമറകളെ കണ്ടുപിടിക്കുക. അതുകൊണ്ട് അതൊരു വലിയൊരു മറച്ചു വെക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഓപ്പണായിട്ട് പറയുന്നത്. ഈ 2 സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിച്ച ക്യാമറയുടെ പൊസിഷൻസ് ഏറെക്കുറെ കിട്ടും. കാരണം അതുപോലെ തന്നെ നമുക്ക് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ക്യാമറകളൊക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. സ്പീഡ് ബ്രേക്കുകളുണ്ട്, ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ളൊരു സംവിധാനമുള്ള സോഫ്റ്റ്വെയറുകളാണ് ഇതൊക്കെ. ഈ ഒരു സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിയമലംഘനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വളരെ തെറ്റാണ്. കാരണം വെച്ചാൽ നമുക്ക് കബളിപ്പിക്കാനൊക്കെ ശ്രമിക്കാം, പക്ഷേ ഒരു നാൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കുടുങ്ങും. അല്ലെന്നുണ്ടെങ്കിൽ റോഡിൽ നിങ്ങളുടെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം നമുക്കും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവർക്കും അതുപോലെ തന്നെ റോഡിൽ സഞ്ചരിക്കുന്ന എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നത്. ഇതിനകത്ത് പലവിധ ആക്ഷേപങ്ങളുണ്ട്. സർക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സീറോ ആയിട്ടുള്ളൊരു ഫെറ്റാലിറ്റി അല്ലെങ്കിൽ റോഡിലുള്ള മരണനിരക്കുകൾ സീറോയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏത് സർക്കാരുകളുടെയും ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല നിയമമായിട്ട് കണ്ടുകൊണ്ട്, കാരണം ഇതൊക്കെ നല്ല നിയമങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറയുന്ന ആർക്ക് വേണ്ടിയാണ്? അപകടം ഉണ്ടായി കഴിഞ്ഞാൽ MVDയുടെ കുടുംബത്തിന് വല്ലതും പോയോ, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിന് എന്തെങ്കിലും പോയോ? നിങ്ങളുടെ കുടുംബത്തിന് പോയി എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ, കാരണം അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സീറ്റ് ബെൽറ്റ് വളരെ നിർബന്ധപൂർവ്വം ഉപയോഗിപ്പിക്കുന്നത് കൊണ്ട് തന്നെ റോഡ് ആക്സിഡൻസിൽ നോക്കുകയാണെങ്കിൽ ഹെഡ് ഇഞ്ചുറിയുടെ കേസസ് വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഫൈന് എന്ന് പറയുന്ന സംഭവത്തെ ഒരു സർക്കാരിനെതിരെ ഒരു ആയുധമായിട്ട് നിങ്ങൾ എടുക്കാതെ, ഞാൻ പറയുന്നത് അത് നമ്മുടെ സ്വത്തിനും സംരക്ഷണത്തിനും ജീവനും വേണ്ടിയുള്ള ഒരു മാർഗ്ഗങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ റോഡിൽ നമുക്ക് വെറുതെ നമ്മുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും നിയമം പാലിച്ച് വാഹനങ്ങൾ ഓടിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം RobMyShow നമ്മുടെ ചാനൽ വീണ്ടും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.